ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചോറ് ഇത് നല്ലോണം തിളക്കണുണ്ട് കേട്ടോ. കുറച്ചും കൂടി തിളച്ചിട്ട് നമുക്ക് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാം, പിന്നെ പെട്ടെന്നാവും. അപ്പോൾ ചോറൊക്കെ ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടോ. അപ്പോൾ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ തോല് കീച്ചണ ഈ മീനില്ലേ, ഇതുണ്ട്. പിന്നെ വേറെ ഒരു 4 അയിലുണ്ട് കേട്ടോ. അപ്പോൾ അയിലുകൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനോട് കറി വെച്ചാൽ അതൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ കട്ടിമ്പോടുമ്പോൾ വെച്ചിട്ടാണ് കേട്ടോ. മിക്സൊക്കെ എടുക്കാൻ മടിച്ച് കഴിഞ്ഞാണ്ട് കട്ടിമ്പോടുമ്പോൾ തന്നെ വെച്ചിട്ട് അപ്പോൾ ചതച്ചെടുക്കുകയാണ്. കുറച്ച് മതിയല്ലോ. ചിക്കനിക്കൊക്കെ ഇടുന്ന മാതിരി കുറേയൊന്നും വേണ്ടല്ലോ മീനിക്ക്. പൊരിക്കണേക്കും കറിക്കും ലസിച്ചിടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുകയാണ് കേട്ടോ. എനിക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോറ് നല്ലോണം തിന്നു. അപ്പോൾ പൊരിക്കാനുള്ള മസാലക്കുള്ള ഉപ്പ്, മഞ്ഞൾ, മുളക്, കുറച്ച് പെരിഞ്ചീരകവും ഇട്ടിക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഈ പേസ്റ്റില്ലേ അത് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കിയിട്ടില്ല, കുറഞ്ഞൊരു ഇതായിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കൈകൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാം. പെരുംജീരകപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണല്ലേ മീനിന്. ചിലവിലിടും ചിലവിലിടൂല, അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നും മീനുകൾ അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഈ മീൻ നന്നാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. തലേന്നും ഞാൻ കളഞ്ഞിട്ടില്ല. തലയൊക്കെ വേണ്ടി ഒരു കടിച്ച് മുറിച്ച് പൊട്ടിച്ച് തിന്നോട്ടെ എഴുതിയിട്ടേ തല കളഞ്ഞിട്ടില്ല. ഇതിൽ അയിലയും പെടുന്നുണ്ടോ? അയില അന്നെ ഞാൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. അന്നെ ഞാൻ പൊരിച്ചെടുക്കില്ല. അതിനെ കറി മാത്രം വെച്ചിട്ട്. അയിലക്കറി നല്ല ടേസ്റ്റാണല്ലോ. ഇതിലെ ട്രൈപ്പോഡൊക്കെ പൊട്ടിക്കണം കേട്ടോ. കാരണം ഇതിങ്ങനെ കൈ കൊണ്ട് പൊടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ മസാല ആക്കി വെച്ചിരിക്കണം. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ മസാലയിൽ കിടക്കട്ടെ. എന്നാൽ പിന്നെ നല്ല ടേസ്റ്റേക്കാരം കേട്ടോ. ഇത് ശരിക്കും കാണുമ്പോൾ നല്ലൊരു കളറാണ്. വീഡിയോയിൽ അത്രക്ക് നല്ലൊരു കളറല്ല കേട്ടോ. അത്രക്ക് നല്ല ഫോണായതുകൊണ്ടായിരിക്കാം. 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഓക്കെ, കുറച്ച് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. 10 മിനിറ്റ് കൈതൊക്കെ തപ്പായി. കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തേക്കുന്നു കേട്ടോ. ഇതൊന്ന് സിമ്മിലിട്ട് അങ്ങനെ വേവിച്ചെടുക്കട്ടെ. ഫുള്ളിലിട്ട് വേവിച്ച കരിയും. പുറത്ത് കറി ഉണ്ടാക്കണ്ടേ. കറിക്ക് വെളിച്ചെണ്ണ പാർന്ന് ഉലുവ പൊട്ടിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി ചതവ് ഇട്ട് തക്കാളി കറിവേപ്പിലിട്ട് മൂത്ത് വരുമ്പോൾ പുളിവെള്ളം പാരാം. മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കണേ. ഇനി ഇങ്ങനെ ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഈ മീൻ പൊരിച്ചെടുത്ത നല്ല ടേസ്റ്റാട്ടോ. നമ്മളെ കറിക്ക് ഓരോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ട്. വീഡിയോയിൽ മഞ്ഞ കാണില്ല അല്ലേ. എന്താ അപ്പം ചെയ്യുക, വീഡിയോയിൽ മഞ്ഞ കളർ കാണുന്നില്ല മക്കളെ. ഇപ്പം മീൻ കറി നല്ലോണം തിളക്കണുണ്ട് കേട്ടോ. നമുക്ക് മീൻ പൊരി ഒന്ന് നോക്കാം. അപ്പോൾ മീൻ പൊരി കുറച്ച് സിമ്മിലാക്കി വെച്ചിനി കരിയാവോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.